അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ പോകുന്ന വിഷയം സിഹിർ എന്ന നീച്ച പ്രവൃത്തി, മാരണം, കൂടോത്രം, ബ്ലാക്ക് മാജിക് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന സിഹിർ. ഒരാളോടുള്ള ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ പകയായിരിക്കാം, അല്ലെങ്കിൽ അസൂയായിരിക്കാം. ഇതിൻ്റെ പേരിലൊക്കെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ അയൽക്കാർ, അല്ലെങ്കിൽ കുടുംബ ബന്ധമുള്ളവർ, അല്ലെങ്കിൽ ഒരേ ചോരയിൽ പിറന്നവർ വരെ ഈ ഒരു നീച്ചായുധം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വസ്തുതയാണ്. എത്രയോ ആൾക്കാരാണ് ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വളരെ ഏറെ കഷ്ടപ്പെടുന്നുള്ളത്. എന്നാൽ നമുക്ക് എത്ര ദേഷ്യമുണ്ടെങ്കിലും എത്ര പകയുണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ ഈ ഒരു ആയുധം ഉപയോഗിക്കാൻ പാടില്ല. ആരെങ്കിലും നമ്മളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കുക, അല്ലെങ്കിൽ പടച്ച തമ്പുരാനോട് അവരെ നന്നാക്കാനോ അതല്ലെങ്കിൽ അവർക്ക് അർഹമായിട്ട് കൊടുക്കാനോ നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ദേഷ്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അസൂയയുടെ പേരിൽ ഒരാൾക്കെതിരെ സിഹിർ ചെയ്താൽ, സിഹിർ എന്ന് പറഞ്ഞാൽ ചെറിയ ചിലവിലും വലിയ ചിലവിലും ചെയ്യുന്നതുണ്ട്, ഒട്ടും ചിലവില്ലാത്ത ചെയ്യുന്ന രീതികളും പല രീതികളും ഉണ്ട്. ഇതിനു വേണ്ടി മാത്രം പണം വാങ്ങി ഈ നീച്ച പ്രവൃത്തി ചെയ്യുന്ന എത്രയോ കർമ്മികളുണ്ട്. എന്ത് തന്നെയാലും ഒരാൾക്കെതിരെ സിഹിർ മാരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് താൽക്കാലികമായി അവർക്ക് നാശം ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് മരണം വരെ സംഭവിക്കാം, അപകടങ്ങളുണ്ടാവും. ആദർശപരമായിട്ടുള്ള ഈമാനികപരമായിട്ടുള്ള നാശം വരെ ഇതുവഴി ഉണ്ടാവാറുണ്ട്. ഒരാളോടുള്ള ദേഷ്യം കാരണം, ഒരാളുടെ പക കാരണം, അസൂയ കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർ നശിക്കുന്നതോടൊപ്പം ചെയ്ത ആളും തീർച്ചയായിട്ടും അനുഭവിക്കുമെന്നുള്ളതാണ്. എത്രയോ സംഭവങ്ങളുണ്ട്. സ്വയം നശിക്കുക, രോഗമാരകമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടുക, പെട്ടെന്നുള്ള മരണം സംഭവിക്കുക. ഇനി അവർ അനുഭവിച്ചില്ലെങ്കിൽ അവരുടെ മക്കൾ അല്ലെങ്കിൽ മക്കൾ വളരെയധികം അനുഭവിക്കുന്ന, യാതന സഹിക്കുന്ന, എത്രയോ രോഗങ്ങൾ കൊണ്ട് അലയുന്ന അവസ്ഥ വരെ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിശ്ചപ്രവൃത്തിയിലേക്ക് താൽക്കാലിക പോംവഴി എന്ന രീതിയിലേക്ക് ദേഷ്യത്തിൻ്റെ പുറത്ത് നിങ്ങൾ ചെയ്യാൻ പോരുത്. അതൊരു കൈവിട്ട ആയുധമാണ്. നിങ്ങൾ ഒരിക്കലും ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്ത കർമ്മിക്ക് വരെ അതിനെ തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല. അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധിയും സൽബുദ്ധിയും നല്ല മനസ്സിൻ്റെ പ്രവൃത്തിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്തരത്തിലുള്ള മറ്റു വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.